കാനൻ ഫെയർ നോട്ട് ഓൺലി ബിസിനസ് ട്രിപ്പ്. ബഷീക, കാനൻ ഫെയറിൻ്റെ 3 ഫേസും കഴിഞ്ഞു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ടോട്ടൽ 3 ഫേസും? ഈ പ്രാവശ്യം നമുക്ക് ഭയങ്കര സക്സസ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ അതിലിപ്പോൾ നിങ്ങൾ തന്നെ അതിൽ വിറ്റ്നസ്. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഷാർജയിൽ നിങ്ങളൊരു പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. കാനൻ ഫെയറിൽ നിങ്ങളെ കൂടെ പങ്കെടുത്ത ആളുകൾ കാനൻ ഫെയർ കഴിഞ്ഞ ശേഷം പിരിഞ്ഞിട്ടില്ല, നമ്മളെ ഗ്രൂപ്പൊന്നും വൈൻഡപ്പ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും. എന്നിട്ട് അതിൻ്റെ ഒരു ഗ്യാതറിങ് നിങ്ങൾ അവിടെ ഷാർജയിൽ ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതന്നെ മതി എൻ്റെ ഒരു സക്സസ്. പ്രത്യേകിച്ചും പല ആളുകളും അതിന് അവിടുന്ന് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കുറേ ആളുകൾ ചൈന എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിൽ നിന്ന് കുറേ ആളുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പിരിയണ സമയത്ത് നിങ്ങൾക്ക് അറിയാലോ, ചില ആളുകൾ കരഞ്ഞു വരെ ചെയ്തു. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ട്രിപ്പ് എന്നുള്ള നിലയ്ക്ക് ആളുകളൊക്കെ ഭയങ്കര ബോണ്ടിങ് ആയി. പിന്നെ ഓല് എന്തിനാണ് വന്നത് കാനൻ ഫെയർ എക്സ്പ്ലോർ ചെയ്യുക, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം കുറേ സ്ഥലങ്ങൾ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ട്രെയിനിങ് ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇത് മൊത്തത്തിൽ അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് കാനൻ ഫെയർ നോട്ട് ഓൺലി ബിസിനസ് ട്രിപ്പ്, ഇത് അതിലെ പാർട്ടിസിപ്പൻസ് തമ്മിലുള്ള കൊളാബറേഷൻ ഉണ്ട്, നെറ്റ്വർക്കിംഗ് ഉണ്ട്, പിന്നീടുള്ള ഫ്യൂച്ചർ കുറേ പരസ്പരം കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള പുതിയ പുതിയ ബിസിനസ് സാധ്യതകൾ. അത് എന്താ വെച്ചാൽ യാത്രയിലൊക്കെ ഡിസ്കഷൻ തന്നെയല്ലേ, സീരിയസ് ഡിസ്കഷൻ. അത് മാത്രമല്ല, അവരെ ബിസിനസ്സിലുള്ള ഓരോ ഇഷ്യൂകൾ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, അതിനുള്ള സൊല്യൂഷനുകൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അവർ എന്താണോ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം, അത് ശരിക്കും യാത്രയിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുകയാണ്.